I'm Deepa S. Panikar here inside my house. This is my house, ഓലകെട്ടിയമ്പലം, ഭരണിക്കാവ് വില്ലേജ്, പള്ളിക്കൽ നടുവിലെ മുറി. സഹദേവ മന്ദിരമാണ് ഇവിടെയാണ്. ഇതാണ് എൻ്റെ വീട്. ഞാനെങ്ങും കണ്ടടം ഒന്നും പോകുന്ന വ്യക്തിയല്ല. ഇവിടെ തന്നെയാണ്. ഇവിടെ ഭയങ്കര ഡ്രാമകളാണ്, പല ഡ്രാമകളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ഒരു മകളുണ്ട്, അവൾക്ക് പോവും. പിന്നെ എനിക്ക് പാർട്ട്ണറുണ്ട്. ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പേര് മുകേഷ് കുമാർ എന്നാണ്, അഡ്വക്കേറ്റാണ്. ഞങ്ങളും ജീവിക്കണം, അവളും ജീവിക്കണം, അവൾക്ക് കിട്ടണം. പിന്നെ ഭാവിയിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാനൊക്കത്തില്ല. ഞങ്ങൾക്ക് കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ അവൾക്കും കൂടെ ആയിരിക്കും. അപ്പം അവൾക്കോ അവനോ ആരായാലും ശരി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത്. ഇത് വേറെ അല്ലാതെ കണ്ട ആൾക്കാർക്കൊന്നും കൊടുക്കാനുള്ളതല്ല, മനസ്സിലായില്ലേ? എൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾക്കോ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കൊന്നും കൊടുക്കാനുള്ള സ്വത്തും വകയൊന്നുമല്ല ഇത്. എൻ്റെ രക്തത്തിൽ ജനിച്ച എനിക്ക് മക്കളുണ്ട്. അല്ലാതെ കണ്ട ആളുകൾക്കൊന്നും ഇത് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. ആരെയും കയറ്റി വെച്ച് താലോലിക്കേണ്ടേയും ലാളിക്കേണ്ടതൊന്നും കാര്യങ്ങൾ എനിക്കില്ല, മനസ്സിലായില്ലയോ? പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പല രീതിയിൽ ഇപ്പം കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അതൊക്കെ സാഹചര്യങ്ങളാണ്. അയാളുടെ കൂടെ നിൽക്കണമെന്ന് പ്രിഫർ ചെയ്തു, ഓക്കെ, അവളുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. അയാളുടെ കൂടെ അത് തന്നെയല്ല, നമ്മളെ അതൊക്കെ മനഃപൂർവ്വം ഇവന്മാർ ചെയ്തതും കൂടെയാണ്, മനസ്സിലായില്ലേ? അപ്പം അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. അവനാണല്ലോ നോക്കേണ്ടത്. ഞാൻ ഇവൻ്റെ എനിക്ക് 103 പവനും ഒരു സെൻ VXI കാറും തന്നാണ് കല്യാണം കഴിച്ചത്. ഇവൻ എൻ്റെ 66 പവൻ ഇനിയും തരാനുണ്ട്. ഇവനെ കൊണ്ട് വലിയ ശല്യമല്ലാതെ വേറൊന്നുമില്ല സത്യത്തിൽ. നമ്മൾ പല ജോലികളും കണ്ടുപിടിച്ച് എൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. നമ്മൾ ജോലി ചെയ്തതിനും നമ്മൾ പല ജോലികളിൽ ക്വാളിഫൈ ആകുന്നതിനും എല്ലാം തെളിവുണ്ട്. എന്നിട്ട് ഇവന്മാരാണ് നമ്മളെ മനഃപൂർവ്വം അവിടെ വന്ന് പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. അങ്ങനെ പല ഇതുണ്ടാക്കി നമ്മളെ അവിടെ നിന്നെല്ലാം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞു പിടിക്കുക. ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിരം പരിപാടികളാണ്. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ജോസ്കോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു കുട്ടൻ എന്ന് പറയുന്ന ഒരു സുബ്രഹ്മണ്യൻ ഭയങ്കര ഇന്നലെ ആ സ്ത്രീ പറഞ്ഞത് കേട്ടോ, അവർ അടി കൊടുക്കുമെന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അവർ ഇനി അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സ്ത്രീയെ വരെ ഇങ്ങനെ ഇവനെ ഭയങ്കര ഗൂണ്ടയാണ്. ഇവനെ ആരെ എന്തും പറഞ്ഞുകളയും. ഇവന് നല്ല അടിയുടെ കുഴപ്പമാണ്. ഇവന് നല്ല ശരിക്കും അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമുണ്ട്. പെണ്ണുങ്ങളെയെല്ലാം അതും ഇതും പറയുക. ഭയങ്കര ഇവിടെ എന്നെ പറഞ്ഞ് ഇവൻ ഏതോ വലിയ കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടയാണ്. ഇവിടുത്തെ മെമ്പർ രമേഷ് കുമാർ ഭയങ്കര സപ്പോർട്ടാണ്. ഏതൊക്കെയോ ഗൂണ്ടകൾ ഇവന് സപ്പോർട്ടുണ്ട്. ഇവന് കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകളുടെ എല്ലാം സപ്പോർട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇവനങ്ങ് അഴിഞ്ഞാടുക ഇവിടെ. അതൊക്കെ കൈവച്ചിരുന്നാൽ മതി. ഇവൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകളുടെ സപ്പോർട്ടൊക്കെ ഇങ്ങോട്ട് ഇവനെ എടുക്കണ്ട. ഇവന് ഭയങ്കര അഴിഞ്ഞാട്ടമായി. നിങ്ങൾക്ക് കണ്ടല്ലോ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും വടിവാളുമായിട്ട് പോയത് കുറേ കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകൾ. അതുപോലെ അങ്ങ് നടക്കുക ഇവന് കുറേ അങ്ങനത്തെ ഗൂണ്ടകളാണ്. എൻ്റെ 5 CCTV ക്യാമറ അടിച്ചു പൊടിച്ചത് കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകൾ.